ഹായ് ഓൾ, ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. ഒരു രാജ്യത്തിൻ്റെ പണസംവിധാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് കേന്ദ്ര ബാങ്ക്. പൊതുജനക്ഷേമത്തിനായി പണത്തിൻ്റെ സങ്കോച വികാസങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനമാണ് കേന്ദ്ര ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പണനയത്തിൻ്റെ ചുമതല വഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കൂടാതെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം 1934 മാർച്ച് 6. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935 ഏപ്രിൽ 1. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപീകൃതമായ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1926. ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് റോയൽ കമ്മീഷൻ ഓൺ ദി ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. പ്രാരംഭഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ടാണ്. റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം 5 കോടി രൂപ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ആദ്യ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. 1937 കൊൽക്കത്തയിൽ നിന്നും ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റിയത്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 1949 മാർച്ച് 16. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1949. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1949 ജനുവരി 1. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ളത് റിസർവ് ബാങ്കിനാണ്. ₹1 നോട്ടിലൊഴികെ മറ്റ് കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്നത് RBI ഗവർണറാണ്. ₹1 നോട്ടിൽ ഒപ്പുവെക്കുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം കടുവ, വൃക്ഷം എണ്ണപ്പന. RBIയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണറായിരുന്ന വ്യക്തി B രാമറാവു. RBIയുടെ രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടൈലർ. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണർ ജെയിംസ് ടൈലർ. റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. RBI ഗവർണറാകുന്ന ആദ്യ RBI ഉദ്യോഗസ്ഥൻ M നരസിംഹം. RBIയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഗവർണർ KJ ഉദ്ദേസി. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ വർഷം 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയാണ്. RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സമ്പ്രദായം ആരംഭിച്ച വർഷം 1995. കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകളിലെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ മണി, മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. ഇന്ത്യയിലെ ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്തുന്നതിനായി RBI തയ്യാറാക്കുന്ന സൂചിക ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ്. RBIയുടെ കീഴിലുള്ള പരിശീലന സ്ഥാപനങ്ങൾ നോക്കാം. RBI സ്റ്റാഫ് കോളേജ് ചെന്നൈ, RBI അക്കാഡമി മുംബൈ, കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിംഗ് പൂനെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് പൂനെ. RBIയുടെ ധർമ്മങ്ങൾ നോക്കാം. നോട്ട് ഇറക്കൽ, ഗവൺമെന്റിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ആപൽഘട്ടങ്ങളിലെ സഹായി, പണ സപ്ലൈയുടെ നിയന്ത്രകൻ, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം, ധാർമ്മിക പ്രേരണ, പ്രത്യക്ഷ നടപടികൾ. RBI ഗവർണർമാരെ കുറിച്ച് നോക്കാം. RBIയുടെ ആദ്യ ഗവർണറായിരുന്നു സർ ഓസ്ബോൺ സ്മിത്ത്. RBIയുടെ രണ്ടാമത്തെ ഗവർണറായിരുന്നു ജെയിംസ് ടൈലർ. കറൻസി നോട്ടിൽ ആദ്യം സൈൻ ചെയ്ത ഗവർണറാണ് ജെയിംസ് ടൈലർ. RBIയുടെ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണറാണ് സർ CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിരുന്നത് സർ ബനഗൽ രാമറാവു. ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്ന സമയത്ത് റിസർവ് ബാങ്ക് ഗവർണറായിരുന്നത് LK ഝാ. രണ്ടാമത് ബാങ്ക് ദേശസാൽക്കരണം നടന്നപ്പോൾ RBI ഗവർണറായിരുന്നത് ഡോക്ടർ IG പട്ടേൽ. RBI ഗവർണറായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. നോട്ട് നിരോധനം നടന്ന സമയത്ത് RBI ഗവർണറായിരുന്നത് ഡോക്ടർ R ഊർജിത് പട്ടേൽ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.